വിവാദ ചുഴിയിൽപ്പെട്ട് നിൽക്കെ ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ അവതരിപ്പിച്ചു. 100 ദിവസം കൊണ്ട് നടപ്പിലാക്കേണ്ട പദ്ധതികൾ 50 ദിവസം കൊണ്ട് പ്രാബല്യത്തിൽ വരുത്തിയെന്ന അവകാശവാദമാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. 50 ദിവസത്തിനിടെ നടപ്പാക്കിയ പദ്ധതികളും സ്വീകരിച്ച നടപടികളും മന്ത്രി റിപ്പോർട്ടിൽ വിശദീകരിച്ചു. പരിപാടിയിൽ നിന്ന് BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള മുഖ്യാതിഥികൾ വിട്ടുനിൽക്കുകയും ചെയ്തു. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, ഇപ്പോഴും തുടരുകയാണ് ഈ ആശുപത്രികളിലെ അനാസ്ഥയും അത്തരം കാര്യങ്ങളുമൊക്കെ. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ എന്താണ് മന്ത്രി പറയുന്നത്? മന്ത്രി പറയുന്നതുമായി ബന്ധപ്പെട്ട് ഈ സിസ്റ്റം തകരാറിലായ സിസ്റ്റത്തെ പ്രാഥമികമായി നന്നാക്കിയെടുക്കാനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി അതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത് എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ 50 ദിവസങ്ങളിൽ വകുപ്പ് എടുത്ത ഓരോ നയങ്ങളും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയതടക്കം പല മെഡിക്കൽ കോളേജുകളും സന്ദർശിച്ച് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അടക്കം DMEയോടക്കം നൽകിയ നിർദ്ദേശങ്ങൾ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ് ഏറ്റവും മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജ്. അതിന്റെ നിലവാരത്തിലേക്ക് എല്ലാ മെഡിക്കൽ കോളേജും ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ തന്നെ ഇത്തരത്തിൽ ഓരോ ആശുപത്രികളിലും ഡോക്ടർമാരില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ അതത് പ്രദേശങ്ങളിലെ ഡോക്ടർമാരെ നിയമിക്കാനുള്ള നടപടികൾ തുടങ്ങും. ഈ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിയമനം നടത്തും തുടങ്ങിയ ഒട്ടനവധി ഈ വകുപ്പിൽ വന്നത് മുതൽ ആരോഗ്യമന്ത്രി നിയമിതനായത് മുതൽ എടുത്ത ഓരോ തീരുമാനങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെ 50 ദിവസങ്ങൾ 50 ആരോഗ്യവകുപ്പിന്റെ 50 വിസ്മയ ദിനങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് പോലും വകുപ്പിനെ മുൻപോട്ട് വയ്ക്കാൻ ചില നയങ്ങളും പദ്ധതികളും ഉള്ള സാഹചര്യത്തിൽ പോലും നേട്ടങ്ങൾ ഉള്ള സാഹചര്യത്തിൽ പോലും ഓരോ ദിവസവും ഈ ചികിത്സാ വീഴ്ചകളും ആശുപത്രികൾ പരിഷ്കാരങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഉണ്ടാകുന്ന ചികിത്സ നിഷേധിച്ചതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെ ചികിത്സാ പിഴവുകളിൽ ആരോഗ്യ വകുപ്പ് എടുത്ത നടപടികൾ അടക്കം റിപ്പോർട്ട് തേടിയ നടപടികൾ അടക്കം ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കണ്ണൂരിൽ ഇന്നലെ 1.5 വയസ്സുകാരൻ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സാ വീഴ്ചയിൽ മരിച്ച സംഭവത്തിൽ അടക്കം വകുപ്പ് എന്ത് നിലപാടെടുത്തു ഇത്തരം ചികിത്സാ വീഴ്ചകളിൽ എന്നതടക്കം മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഈ ഒരു പരിപാടിക്ക് അധ്യക്ഷനായി നിയോഗിച്ചിരുന്നത് MLA വി മുരളീധരനെ ആയിരുന്നു. കൂടാതെ VV രാജേഷ് പ്രോഗ്രസ് കാർഡ് ഇപ്പോൾ ഉണ്ടാക്കി അത് സമർപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. അതിൽ പലതരത്തിലുള്ള പദ്ധതികളും അക്കാര്യത്തിൽ കൂടുതൽ മെച്ചപ്പെടാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്. ആ വിവരങ്ങളാണ് സനിസ നൽകിയത്.